ഹലോ യൂവേഴ്സ്, മേരാ പ്രിയ ദർശകവും എൻ്റെ പ്രിയ കാഴ്ചക്കാരി, ഞാൻ ഇന്ന് കൊടുക്കുന്നത് +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്. അത് ഓരോ ലെസൺസ് വൈസ് എങ്ങനെ നമുക്ക് പഠിക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നിരുന്നു, വളരെ സ്പീഡിലായിരുന്നു. അത് എക്സാം ബേസ്ഡ് ആയിരുന്നു. ഇനി നമുക്ക് തുടർച്ചയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം എബൌട്ട് ദി ഓതർ. ആരാണ് എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ? കാരണം നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ വരും എഴുത്തുകാരെക്കുറിച്ച്, എവിടെ ജനിച്ചു, എന്താണ് അവരുടെ പുരസ്കാരങ്ങൾ, എന്തൊക്കെ കിട്ടി, സോ മെനി തിങ്സ്. ബിക്കോസ് ഇറ്റ്സ് എ ലിവിങ് പ്ലേസ്. വെൻ വാസ് ഹി ബോൺ, വെൻ ഡിഡ് ഹി ഡൈ, അതുപോലെ കുറേ കാര്യങ്ങൾ, എന്തൊക്കെ പുരസ്കാരങ്ങൾ, വാട്ട് ഹീ ഈസ് ഫേമസ് ഫോർ, വാട്ട് പ്രൈസസ് ഹി വോൺ, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കൂടുതൽ നീട്ടുന്നില്ല, കുറേ ക്ലാസ്സുകൾ വേണം ഒരു ലെസൺ തീരാൻ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. എബൌട്ട് ദി ഓതർ നോക്കാം. ക്രിസ്ത്യൻ ലെഗാർഡ് വാസ് ബോൺ ഇൻ പാരീസ് ഓൺ 1/1/1956. അപ്പോൾ റൈറ്ററുടെ പേര് ക്രിസ്ത്യൻ ലെഗാർഡാണ്. അവർ പാരീസിൽ ജനിച്ചു. ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ് പാരീസ്. എപ്പോഴായിരുന്നു? 1956. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 economy and to head the International Monetary Fund and advocate 3 L's women's empowerment. അപ്പോൾ ഇവർ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ, ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. G8 എക്കണോമി, G8 കൺട്രീസ് എന്നൊക്കെ പറയും, 8 രാജ്യങ്ങളതാണ് അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ. അതുപോലെ ടു ഹെഡ് ദി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമുക്ക് അറിയാലേ, IMF എന്ന് പറയും, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എന്തായിരുന്നു അദ്ദേഹം? ഒരു പ്രധാന ആളായിരുന്നു, ഹെഡായിരുന്നു, തലവനായിരുന്നു അല്ലേ, തലവത്തി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതുപോലെ ജനങ്ങളുടെ, സ്ത്രീകളുടെ എംപവർമെൻറ്റ്, അവരുടെ സ്ത്രീ ശക്തിത്വം എന്നൊക്കെ പറയാം, അതിനായി പ്രവർത്തിച്ച ഒരു ഉന്നത വനിതയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതോടൊപ്പം ദിസ് സ്പീച്ച് വാസ് മേഡ് ഓൺ 19th May 2014. അപ്പോൾ ഇതൊരു പ്രസംഗമാണ് ഇതവർ ചെയ്തത് 2014 1914. ദെൻ അറ്റ് ദി നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിങ്ടൺ DC. ഇപ്പോൾ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വാഷിങ്ടൺ DC ഇൻ അമേരിക്ക. അപ്പോൾ ഐ ടോൾഡ് യു ബിഫോർ, ദിസ് സ്പീച്ച് ഷീ കണ്ടക്റ്റഡ് ഓൺ 1914 at the National Democratic Institute വാഷിങ്ടൺ ഇൻ അമേരിക്ക. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. എന്താണെന്ന് നമുക്ക് നോക്കി വരാം. ഫസ്റ്റ് മുതൽ. The 21st century poses many challenges that requires new ways of thinking. അപ്പോൾ നമ്മുടെ 21ാം നൂറ്റാണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്തകൾ നയിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് അവർ പറയുന്നു? None of them is more important than the economic role of women. അല്ലെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? സാമ്പത്തിക വ്യവസ്ഥ, സാമ്പത്തിക സ്ഥിതി ആരുടെ? സ്ത്രീകളുടെ. അതാണ് പ്രധാന കാര്യം ഈ 21st century. You know, its main thing is the economy of the woman in 21st century. Then, in a quickly changing world, കാരണം എന്ന് പറയാം, നമുക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ. So we have to think about the woman and their position and the destitute of women, so many things. You know guys, നമുക്കറിയാം ജനങ്ങൾ, അല്ലെ സ്ത്രീ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് പല തുറകളിലും. അവരുടെ എന്താണ്? ശരിയായിട്ടുള്ള ഒരു മേധാവിത്വമില്ലായ്മ. പലതരത്തിൽ മേധാവിത്വമൊന്നും വേണ്ട അല്ലേ, നമുക്കറിയാം ഇവിടെ ഓരോ റിസർവേഷനൊക്കെ കൊടുക്കും, ഇത്ര മന്ത്രിമാർ, ഇത്ര ഇത് പറഞ്ഞു ഓരോ മേഖലയിൽ. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു അത് നമുക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ആരൊക്കെ? സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കല്ല കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം കുറച്ച് ഞാൻ എടുത്തു പോവാം, കാരണം സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. സമയമം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, അപ്പോഴും എൻ്റെ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോട്. അതുപോലെയാണ് കാര്യങ്ങൾ. ആരെയും കാത്തു നിൽക്കില്ല സമയം. ടൈം ഈസ് വൈറ്റിംഗ്, നോവൽ നെവർ പറയാം, ഒരിക്കലും കാത്തു നിൽക്കില്ല. മനസ്സിലായില്ലേ? സമയം അതിൻ്റെ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും, നമ്മളതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. വി ഹാവ് ടു മൂവ് അക്കോർഡിംഗ് ടു ദി ടൈം. ഓക്കെ, അപ്പോൾ അത് ഹിന്ദിക്കാർക്ക് നമ്മളത് ഓൺലി ഫോർ സ്റ്റേറ്റ്
syllabus in Kerala. So, mere aur bhaiyon, sorry, lot of sorry. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം അറിയോ, ഇൻ എ ക്വിക്ലി ചേഞ്ചിങ് ബട്ട് വുമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കൺട്രിബ്യൂട്ടിങ് ദർ റോൾ പൊട്ടൻഷ്യൽ. അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ത്രീകളെ പല കാര്യങ്ങളിലും പല തുറകളിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ കുറച്ചുകൂടി പറയാം. ഓക്കെ, എനിവേ ആ സമയം നോക്കിയതാണ്. This is a huge cause. In most countries, the per capita income is very low because women are not given equal opportunity. അപ്പോൾ അവരുടെ പ്രാദേശിക വരുമാനം പല രാജ്യങ്ങളിലും വളരെ കുറവാണ്. കാരണം എന്താണ്? തുല്യമായ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം നൽകുന്നില്ല ആർക്ക്? പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക്. എന്നാൽ അവരുടെ പ്രാദേശിക അല്ലെങ്കിൽ ശീർഷ അല്ലെങ്കിൽ വർഷത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാം പല രാജ്യങ്ങളിലും, ഇൻക്ലൂഡിങ് ഇന്ത്യ ഓൾസോ, ഇൻക്ലൂഡിങ് ഇന്ത്യ, നോട്ട് ഓൾസോ. സോ ഓക്കെ, അപ്പോൾ എങ്ങനെതാണ്? അപ്പോൾ നമുക്കറിയാം. അതുപോലെ ദി പെർ ക്യാപിറ്റ ഇൻകം ഈസ് വെരി ലോ ബിക്കോസ് ദേ ഓർ ഹാഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ. പറയാം, ലോക ജനസംഖ്യയുടെ പ്രതിയോളമുണ്ട് ആരാ? സ്ത്രീകൾ. ദെൻ ബട്ട് ദർ എക്കണോമിക് കൺട്രിബ്യൂഷൻ ഈസ് ഫാർ ലെസ് ദാൻ 50%. അപ്പോൾ അവരുടെ എക്കണോമിക്കായിട്ട് സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ കോൺട്രിബ്യൂഷൻ 50% കുറവാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബട്ട് ദർ എക്കണോമിക്കായ വി ഹാവ് ടു ചേഞ്ച് ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുത്തേ തീരൂ, അല്ലെങ്കിൽ മാറണം. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ മാറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? കുമാരനാശാൻ പറഞ്ഞാണ്, ഞാനല്ല കേട്ടോ. അതുപോലെ ഫോർ എംപവറിങ് വുമൺ ഐ സജസ്റ്റഡ് 3 L's: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഇവരൊരു നിർദ്ദേശിക്കണം 3 കാര്യങ്ങൾ, 3 L's. ഫസ്റ്റ് L ഈസ് വാട്ട് ഈസ് ലേണിംഗ്, അറിവ്, വിദ്യാഭ്യാസം. ദെൻ സെക്കൻഡ് വൺ തൊഴിൽ, ലേബർ. ദെൻ തേർഡ് വൺ എന്താണ്? ദെൻ ലീഡർഷിപ്പ്, നേതൃത്വം. ഇതാണ് 3 L's എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി യു റിവൈസ് വാട്ട്സ് 3 L's. I revise, not only you, but അതായത് ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഫസ്റ്റ് L ഈസ് ലേണിംഗ്, അറിവ്, പഠനം. ദെൻ സെക്കൻഡ് L ഈസ് ലേബർ, തൊഴിൽ. ദെൻ തേർഡ് L ഈസ് ലീഡർഷിപ്പ്, നേതൃത്വം. ഈ നിരയിലൊക്കെ സ്ത്രീകൾ എത്തണം അല്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ ഈ വീഡിയോ ഇനി നീട്ടുന്നില്ല. ഇനി നമുക്ക് ഇന്ന് തന്നെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കും. ചൽത്തേ രഹേ, അതാണ് കാര്യം, അതാണെന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇനി നമ്മളുടെ ക്ലാസ്സുകൾ വീണ്ടും ആരംഭിക്കും ഇന്നു തന്നെ, ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ബയോർ ബഹരോം മേരാ ലോക് മേരാ സാത്യോം പൂരാ സാത്യോം അറൗണ്ട് ദി വേൾഡ്. Okay, then see you in my next long video and short video also. Okay, then